എൻ്റെ വീട് രാജി. വീട് തൃശ്ശൂരാണ്. 31 വയസ്സ്. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഒരു മകളുണ്ട് എനിക്ക്. ഞാൻ എൻ്റെ അമ്മയുടെയും ചേച്ചിയുടെയും ഒപ്പമാണ് താമസിക്കുന്നത്. ഞാനിവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്കൂളിലെ ടീച്ചറായി ജോലി ചെയ്യുന്നു. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം കാണാൻ തരക്കേടില്ല. വേണ്ട അത്യാവശ്യത്തിലും കൂടുതൽ സൗന്ദര്യമാണ് എനിക്കുള്ളത്. പുറത്തു പോകുമ്പോൾ സാരിയാണ് ഉടുക്കാറുള്ളത്. നാട്ടിലെ ചില ഞരമ്പ് രോഗികൾ എന്നെ കാണുമ്പോൾ ചില ഇളക്കം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഭർത്താവ് മരിച്ചതല്ലേ, അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള നോട്ടം വേറെ. ഞങ്ങളുടെ സ്കൂളിൽ രവീന്ദ്രൻ എന്ന പേരുള്ള ഒരു പ്യൂണുണ്ട്. ഞങ്ങളെല്ലാവരും രവിയേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഏതാണ്ട് ഒരു 45-50 വയസ്സ് കാണും രവിയേട്ടന്. പുള്ളിക്കാരൻ ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല. ഞങ്ങൾ ടീച്ചർമാർക്കെല്ലാം പുള്ളി വലിയ സഹായമായിരുന്നു. രവിയേട്ടൻ എന്നെ വലിയ കാര്യമാണ്. അങ്ങനെ ഒരു ദിവസം രവിയേട്ടൻ എന്നെയും സ്കൂളിലുള്ള സന്ധ്യ ടീച്ചറെയും രവിയേട്ടൻ്റെ പിറന്നാളിന് ക്ഷണിച്ചു. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും രവിയേട്ടനെ അറിയുന്നത് കൊണ്ട് അമ്മയും പൊയ്ക്കോളാൻ പറഞ്ഞു. അന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു. സന്ധ്യ ടീച്ചർ എന്നെ വന്ന് പിക്ക് ചെയ്തു. വീട്ടിൽ നിന്ന് ഞാൻ വന്നു. ഒരു ബ്ലൂ കളർ സാരിയും അതിന് മാച്ചായ ബ്ലൗസുമായിരുന്നു എൻ്റെ വേഷം. സന്ധ്യ ടീച്ചർ കാറിലാണ് വന്നത്. ടീച്ചറുടെ ഭർത്താവ് കാറിലിരുന്ന് കണ്ണാടിയിൽ നോക്കി എൻ്റെ ചോര ഊറ്റി കുടിക്കുന്നുണ്ടായിരുന്നു. ഞാനത് കണ്ടില്ല എന്ന് വെച്ചു. പുറത്തേക്ക് നോക്കി ഇരുന്നു. അങ്ങനെ ഞങ്ങൾ രവിയേട്ടൻ്റെ വീട്ടിലെത്തി. ഞങ്ങൾ അവിടെയാക്കിയിട്ട് ടീച്ചറുടെ ഭർത്താവ് പോയി. ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു. പിന്നെ ഞങ്ങൾക്ക് രവിയേട്ടൻ ഉണ്ടാക്കിയ ഭക്ഷണം കൈകൊണ്ട് തന്ന് പിന്നെ ഞങ്ങൾ ഓരോ കഥകൾ പറഞ്ഞു. ഉമ്മർത്തിയിരിക്കുന്ന സമയത്ത് നല്ലപോലെ മഴ പെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ സന്ധ്യ ടീച്ചറുടെ ഭർത്താവ് വന്നു. പുള്ളിക്കാരൻ ചോരക്കുടി കാരണം ഞാൻ വരുന്നില്ല, മഴ മാറിയിട്ടേ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. ടീച്ചർ ശരി എന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഞാനും രവിയേട്ടനും കൂടി ഉമ്മർത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു. മഴ മാറിയിട്ടില്ല. ടീച്ചർ എന്തേ കല്യാണം കഴിക്കാത്ത? രവിയേട്ടൻ്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടു. ഞാൻ പറഞ്ഞു, ഇല്ല, ഇനിയിപ്പം കല്യാണമൊന്നും നോക്കുന്നില്ല രവിയേട്ടാ. അതുപോലത്തെ ജീവിതമൊന്നും എനിക്ക് ശരിയാവില്ല. പിന്നെ മോളുടെ കാര്യം നോക്കണ്ടേ ചേട്ടാ. ഇനി വരുന്ന ആൾക്ക് മോളെ സ്വന്തം മോളായി കാണാൻ പറ്റിയില്ല, അത് പ്രശ്നമാവില്ലേ? രവിയേട്ടൻ പറഞ്ഞു, അത് ശരിയാ. അല്ല, രവിയേട്ടൻ എന്താ കല്യാണം കഴിക്കാത്ത? ഞാൻ മറുചോദ്യം ചോദിച്ചു. രവിയേട്ടൻ, ഓഹോ, അതൊക്കെ പറയാൻ ഒരുപാടുണ്ട്. എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നേ. നല്ല സീരിയസ് ആയിരുന്നു രണ്ടുപേരും. പക്ഷേ കാര്യത്തോട് അടുത്തപ്പോൾ അവരുടെ വീട്ടിൽ ജാതി പ്രശ്നമായി. അങ്ങനെ വഴക്കായി. പിന്നെ ഞങ്ങൾ പിരിഞ്ഞു. അവൾ വേറെ കല്യാണം കഴിച്ചു. ഞാൻ പിന്നെ അതിനൊന്നും മുതിർന്നില്ല. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, ആഹാ, നിരാശാകാമുകനാണല്ലോ. എന്നിട്ട് ഞാൻ ചിരിച്ചു. രവിയേട്ട, ടീച്ചറെ, മഴ മാറുന്ന ലക്ഷണമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യ്, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. എൻ്റെ വീടൊക്കെ ടീച്ചറൊന്ന് ചുറ്റിക്കാണ്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. രവിയേട്ട വീടൊക്കെ കണ്ടു. അങ്ങനെ നടന്നു. രവിയേട്ടൻ്റെ ബെഡ്റൂമിൽ വന്നപ്പോൾ അവിടെ ചുമരിൽ ഒരു ഫോട്ടോ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു. ഏതോ ഒരു നടിയുടെ ഫോട്ടോമാണ്. പക്ഷേ ആ ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ മുഖഛായ പോലെ തോന്നി എനിക്ക്. പെട്ടെന്ന് എനിക്ക് നാണം വന്നു. ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു. തൊട്ടടുത്ത് രവിയേട്ട എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ, രവിയേട്ട, എന്താ ഇത്? വിടൂ എന്നെ, ഞാൻ അത്രക്കാരിയല്ല കേട്ടോ, വിടു പ്ലീസ്. രവിയേട്ട, രാജി പ്ലീസ്, ഒന്നും പറയല്ലേ. ഞാൻ വല്ലാതെ കൊതിച്ചുപോയി. അതും പറഞ്ഞ് രവിയേട്ടൻ എൻ്റെ കഴുത്തിൽ ഉമ്മ വെച്ചു. ഞാൻ ഉള്ളിലാകെ വികാരം കൊണ്ട് ഉണർന്നു. 4 കൊല്ലത്തിന് ശേഷമാണ് ഒരു ആണിൻ്റെ സ്പർശനം എൻ്റെ ദേഹത്ത് വരുന്നത്. ഞാൻ, രവിയേട്ട പ്ലീസ് എന്നെ വിടൂ, ഇത് തെറ്റാണ്, എന്നോട് ഇങ്ങനൊന്നും ചെയ്യല്ലേ. പക്ഷെ രവിയേട്ടൻ വിടുന്ന മട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം എന്നെ മുറുക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കട്ടിലിൽ അങ്ങ് കിടത്തി. അയാളുടെ ശക്തിക്ക് മുന്നിൽ എൻ്റെ എതിർപ്പ് വില പോയില്ല. എൻ്റെ ഉള്ളിൽ എവിടേക്കോ അത് ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി. കട്ടിലിലേക്ക് വീണ വീഴ്ചയിൽ എൻ്റെ സാരി ഒന്ന് മാറിപ്പോയി. പെട്ടെന്ന് രവിയേട്ടൻ എൻ്റെ ആലില പോലത്തെ ആ വയറിൽ ചുംബനം കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. ഞാൻ പെട്ടെന്ന് വികാരം കൊണ്ട് എൻ്റെ രവിയേട്ട എന്ന് വിളിച്ചുപോയി. ഞാൻ കീഴ്പ്പെട്ടു എന്ന് മനസ്സിലായ രവിയേട്ടൻ ഒന്നും കൂടി അവിടെ ഇവിടെയൊക്കെ ചുംബിക്കാൻ തുടങ്ങി. ഞാൻ രവിയേട്ടൻ്റെ തല പിടിച്ച് വലിക്കാൻ തുടങ്ങി. രവിയേട്ടൻ എഴുന്നേറ്റു. അയാളുടെ ഷർട്ട് മുണ്ടും അലക്കാൻ പാകത്തിന് കൊണ്ടേയിട്ടു. കൂടെ എൻ്റെ ബ്ലൂ കളറുള്ള സാരിയും. ഞാൻ രവിയേട്ടൻ്റെ മുന്നിൽ നാണത്തോടെ അങ്ങനെ തന്നെ നിന്നു. എൻ്റെ ചോര തുടിക്കുന്ന ചുണ്ട് രവിയേട്ടൻ ചുംബനം കൊണ്ട് മൂടുന്നുണ്ടായിരുന്നു. രവിയേട്ടൻ തൻ്റെ കയ്യിലിരിക്കുന്ന ആ 2 പഞ്ഞിക്കെട്ടുകളും പിടിച്ച് കൈകളിലാക്കി.
എടി, ഈ പഞ്ഞിക്കെട്ടുകൾ എന്താ? നിന്റെ കെട്ടിയോൻ ഇതെന്തേ ഇതുവരെയും കണ്ടിട്ടില്ലേ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഇല്ല രവിയേട്ട, ആള് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്നാ ഇത് രണ്ടും ഞാൻ എടുത്തോട്ടെ, എൻ്റെ കൈകളിലിട്ട് അമ്മാനമാടട്ടെ എന്ന് രവിയേട്ടൻ ചോദിച്ചു. രാജി നാണത്തോടെ തല താഴ്ത്തി നിന്നു. പെട്ടെന്ന് രാജി ഒരു മറുചോദ്യം കുസൃതിയോട് ചോദിച്ചു, ഇത്രയും വരെ ചെയ്തതൊക്കെ എന്നോട് ചോദിച്ചിട്ടാ? അല്ലാലോ, പിന്നെ എന്തിനാ ഇപ്പം ഇത് ചോദിക്കുന്നത്? ഇത് കേട്ടപ്പോൾ രവിയേട്ടൻ ആ തഴമ്പിച്ച കൈകൊണ്ട് എൻ്റെ ഒളിപ്പിച്ചു വെച്ച ആ 2 പഞ്ഞിക്കെട്ടുകളും എടുത്ത് അമ്മാനമാടാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. ഞാനാണെങ്കിൽ എവിടെയോ എത്തിപ്പോയിരുന്നു. രവിയേട്ടൻ പിന്നെ എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ആകെ വികാരത്തിൽ എൻ്റെ കൊടുമ്പിടി ഉയരത്തിലായിരുന്നു. രവിയേട്ടൻ്റെ ചുണ്ടുകൾ അവിടെ ഇവിടെയൊക്കെ പരതി നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ നട്ടു വളർത്തിയ എൻ്റെ വയൽവരമ്പിൽ നനവ് പടർന്നു പന്തലിച്ചു നിന്നു. രവിയേട്ടൻ അത് കണ്ടു. കൈകൾ കൊണ്ടും ചുണ്ടുകൾ കൊണ്ടും അത് ഒപ്പിയെടുത്തു. ഞാൻ പെട്ടെന്ന് രവിയേട്ടൻ്റെ തലയിൽ ആഞ്ഞു പിടിച്ചു എന്നോട് അടുപ്പിച്ച് നിർത്തി. രവിയേട്ടൻ പറഞ്ഞു, ആഹാ രാജി, ഞാൻ എവിടെയോ എത്തിപ്പോയെന്ന് പറഞ്ഞു. രവിയേട്ട, അതേ അവസ്ഥയിലാണ് ഞാനും എന്ന് പറഞ്ഞു. പെട്ടെന്ന് 2 പേരും ഒരുമിച്ച് ശാന്തരായി. അവർ തമ്മിൽ കെട്ടിപ്പിടിച്ചു. കുറച്ചു നേരം കൂടി ആ ബെഡിൽ കിടന്നു. എൻ്റെ വീട് രാജി. വീട് തൃശ്ശൂരാണ്. 31 വയസ്സ്. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി.